ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിനും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലുമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധം ചെയ്യേണ്ടതിനായി നമുക്ക് വിട്ടുകൊടുക്കാം. സ്തോത്രം. നമുക്ക് വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 19 and 20. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. വളരെയധികം തവണ നമ്മൾ കേൾക്കുകയോ ഒരുപക്ഷെ വായിക്കുകയോ പരിചയമുള്ളതോ ആയ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചത്. പ്രത്യേകിച്ച് അതിൽ 3-ാമത്തെ വാക്യം നമ്മൾ അനേകർ പ്രാർത്ഥനയിൽ ഉരുവിടുന്ന വാക്യമാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഈ വാക്യം പലപ്പോഴും തെറ്റായിട്ടാണ് നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഉരുവിടാറുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കണം. അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അതല്ല എൻ്റെ സബ്ജക്റ്റ് എങ്കിലും ഞാനത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. വി മസ്റ്റ് നോ ദി ലവ് ഓഫ് ഗാഡ്. ആമേൻ. നമ്മെ വീണ്ടെടുത്ത സ്നേഹം, നമ്മെ രക്ഷിച്ച സ്നേഹം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പുത്രൻ്റെ സ്നേഹസ്വരൂപനായ രാജ്യത്തിലാക്കി വെച്ച സ്നേഹം, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ യാഗമായി നൽകിയ സ്നേഹം, കാട്ടൊലിവിൻ ശാഖയായിരുന്ന നമ്മെ അവിടെ നിന്ന് ഒടിച്ചെടുത്തുകൊണ്ട് വന്ന് നല്ല ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർത്ത് ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്ത ആ സ്നേഹം. ആമേൻ. എന്തിനു പറയുന്നു? ആഴമേറിയ കുഴിയിലും കൊഴിഞ്ഞ ചേറ്റിലും കിടന്നിരുന്ന നമ്മെ രക്ഷപ്പെടുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ ആ ചേറ്റിൽ താണു പോയിക്കൊണ്ടിരുന്ന നമ്മെ, ലോകത്തിൽ ആർക്കും ഇറങ്ങി വരാൻ കഴിയാതിരുന്ന ആ സാഹചര്യത്തിൽ സ്ഥാനത്ത് കർത്താവ് നേരിട്ട് അവിടെ ഇറങ്ങി വന്ന് നമ്മെ കൈപിടിച്ചുയർത്തി നമ്മെ കഴുകി വെടിപ്പാക്കി ക്രിസ്തുവാകുന്ന പാതയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഹല്ലേലൂയ. ഈ സ്നേഹത്തെ നാം അറിയണം പ്രിയപ്പെട്ടവരെ. ഈ സ്നേഹത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാതിയും പരിഭവവും ഇച്ഛാഭംഗങ്ങളും നിരാശകളും നെടുവീർപ്പുകളും തേങ്ങലടികളും വേങ്ങലടികളും രോദനങ്ങളും ആകുല ചിന്തകളും ഉത്കണ്ഠകളുമായി നാം മുമ്പോട്ട് പോകുന്നത് ഈ സ്നേഹത്തെ അറിയാത്തത് കൊണ്ടാണ്. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ എന്നെ ഇത് ശരിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട്? ദൈവ സ്നേഹത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപറ്റം പരാതികൾ അതൊന്നുമില്ലാത്തതായിത്തീരും. കംപ്ലൈൻറ്റ് ബോക്സ് ഒക്കെ അവിടെ മാറ്റിവെക്കാനിടയായിത്തീരും. കർത്താവിനോട് നാം പറയുവാനിടയായിത്തീരും, കർത്താവേ ധാരാളം നീ ഞങ്ങളെ സഹായിച്ചല്ലോ, മതി കർത്താവേ, മതി, ധാരാളം മതി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നാം തളർന്നു പോകുന്നത്, നാം നിരാശപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ വീണ്ടെടുത്ത സ്നേഹമാണിത്. നമ്മെ വീണ്ടെടുത്ത സ്നേഹമാണ്. നഷ്ടപ്പെട്ടു പോയ നമ്മെ വീണ്ടെടുത്ത സ്നേഹം. ഹല്ലേലൂയ. ഈ സ്നേഹത്തെ അറിയാനാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമുക്ക് വേണ്ടി കാണിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിൽ എല്ലാവരും ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെയാണ് 1 യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്. ദൈവം സ്നേഹമാകുന്നു. God is love, God of love. God is love. He loves everyone. അതവിടെ നിൽക്കട്ടെ. അതൊരു കോമൺ സ്റ്റേറ്റ്മെന്റ്, സാർവലൗകികമായ ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു. താൻ ഉണ്ടാക്കിയതിനെ ദൈവം സ്നേഹിക്കുന്നു. താൻ ഉണ്ടാക്കിയതിനെ ദൈവം ഇഷ്ടപ്പെടുന്നു. സ്തോത്രം. സകല ചരാചരങ്ങളെയും ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച് അവയെല്ലാം ജീവനുള്ളതാക്കി ഈ ലോകത്തിൽ അവയെ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയ ദൈവം മനുഷ്യനെ നിർമ്മിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു വാക്കുകൊണ്ടല്ല നിർമ്മിച്ചത്, പിന്നെയോ തൻ്റെ സ്വന്തം കൈകൊണ്ട്
നിലത്തെ പൊടിയിൽ നിന്ന് നിലത്തെ മണ്ണെടുത്ത് മെനഞ്ഞ് കുഴച്ച് മനുഷ്യന്റെ രൂപമുണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? തന്റെ രൂപത്തിലും തന്റെ സാദൃശ്യത്തിലും തന്നെ പോലെ തന്നെ ഒരു പ്രതിമ പോലെ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യന്റെ വായിലേക്ക് മൂക്കിലേക്ക് സ്വന്തം ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. So there is a personal attachment of God. There is a personal intimacy of God. ഒരു പേഴ്സണൽ ബിലോങ്ങിങ്നെസ് ഉണ്ട്. ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന ഏത് മനുഷ്യനെ എടുത്തു നോക്കിയാലും ഒരു ദൈവത്തിന്റെ അംശം അവന്റെ ഉള്ളിലുണ്ട്. അവനത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അവനത് അംഗീകരിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ ഏത് മനുഷ്യനെ എടുത്തു നോക്കിക്കോ, ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ അംശമുണ്ട്, ദൈവിക അംശമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെ, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ ലോകത്ത് അനേകായിരങ്ങൾ ഇന്ന് ജീവിക്കുന്നുണ്ട്, ജീവിച്ചു പോയി ഇന്നും ജീവിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ നടുവിലാണ് ചിലരെ ദൈവം തനിക്കായിട്ട് വേർതിരിച്ചത്, തനിക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ പ്രിയപ്പെട്ടവരെ. നാം ദൈവത്തെ അതിയായി സ്തുതിക്കേണ്ടതല്ലേ? ഈ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ലേ? നമ്മെ അവിടെ നിന്ന് വിളിച്ചു മാറ്റി തന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ, പിശാചിന്റെ ആ കരാള ഹസ്തത്തിൽ നമ്മെ എന്നേക്കുമായിട്ട് മോചിപ്പിക്കുവാൻ, ലോകത്തിന്റെ ബന്ധനങ്ങൾ നമ്മെ മോചിപ്പിക്കുവാൻ, പൈശാചികമായ പോരുകളിൽ നിന്നും, ഹല്ലേലൂയ, പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മെ എന്നേക്കും മോചിപ്പിക്കുവാൻ ദൈവത്തിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. തന്റെ ഏകപുത്രനെ ക്രൂശിൽ യാഗമായി അർപ്പിക്കേണ്ടി വന്നു. ആ സ്നേഹം ദൈവത്തെ എങ്ങും പിടിച്ചിരുത്തിയില്ല. ആ സ്നേഹം ദൈവത്തെ പുറകോട്ട് വലിച്ചില്ല. ആ സ്നേഹത്തിന് മുമ്പിൽ ദൈവം വിചാരിച്ചു, ഏറ്റവും വിലയുള്ളതിനെ ഞാൻ ഈ ആളുകൾക്ക് വേണ്ടി, ഈ ജനത്തിനു വേണ്ടി നൽകുവാൻ പോവുകയാണ്. 1 പത്രോസ് 1 അധ്യായത്തിൽ 18 വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? വ്യർത്ഥവും പാരമ്പര്യമായ നടപ്പിൽ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷം നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആമേൻ. ഇതിനേക്കാൾ ഒരു വലിയ വില നമുക്ക് വേണ്ടി കൊടുക്കാൻ ഇല്ലത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിന് ബദലായി, ഈ വിലയ്ക്ക് പകരമായി നാം നമ്മുടെ ആയുസ്സിന്റെ അവസാന ശ്വാസം വരെയും നാം എന്തെല്ലാം കൊടുത്താലും കടം വീട്ടി തീരാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. നമുക്കൊരിക്കലും ദൈവത്തോട് ആ ബാധ്യത തീർക്കാനായിട്ട് പറ്റത്തില്ല, ആ കടം വീട്ടി തീർക്കാൻ പറ്റത്തില്ല. നാം എന്നും കടക്കാർ തന്നെ ആയിരിക്കും. അപ്പോഴേ നമ്മളോട് പറയുന്ന, കുഞ്ഞുങ്ങളെ, നിങ്ങളെനിക്ക് ഒന്നും തരണ്ട, നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട, നിങ്ങളുടെ ഒന്നും ഞാൻ എടുക്കാൻ വരുന്നില്ല, നിങ്ങൾക്ക് വേണേ ഞാൻ അങ്ങോട്ട് വല്ലതും തരാം, പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ? ഹല്ലേലൂയ. ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ദൈവം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ സ്നേഹിച്ച ദൈവത്തെ, നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തെ, നമ്മെ മക്കളെ അവകാശമുള്ളമാക്കി ദൈവത്തെ തിരികെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയും. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. You say you love me, but how do you love me? Without obeying my commandments, how can you love me? Hallelujah. നഷ്ടപ്പെട്ട ഒരു നാശലോകത്തിലാണ് ദൈവം നമ്മെ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ വില എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. റോമാലേഖനം 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ദൈവം കണ്ട ഏറ്റവും നല്ല സ്ഥലം അത് കാൽവരിയിലെ ക്രൂശായിരുന്നു. ആ കാൽവരിയിലെ ക്രൂശില് ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. കർത്താവ് ഇവിടെ വചനം പൗലോസ് പറയുന്നത്, പ്രിയമുള്ളവരെ, ആ സ്നേഹത്തെ നിങ്ങളൊന്ന് അറിയ, നിങ്ങളെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്ക. യോഹന്നാൻ 15:13 വാക്യത്തില് ഇങ്ങനെയാണ്
നമ്മൾ വായിക്കുന്നത്, എൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ആമേൻ. യോഹന്നാൻ 3:16 താക്കോൽ വാക്യം നമുക്കറിയാമല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അഥവാ നമ്മളെ സ്നേഹിച്ചു. ഈ സ്നേഹത്തെ നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ സ്നേഹത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് യഥാർത്ഥമായി ന്യായമായി പ്രതികരിക്കുവാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ അറിയുമ്പോഴാണ് ഈ ദൈവത്തോടുള്ളതായ ആ ആദരവ് വർദ്ധിക്കുന്നത്, ആ ദൈവത്തോടുള്ള കടപ്പാട് വർദ്ധിക്കുന്നത്, ദൈവത്തോടുള്ളതായ നമ്മുടെ ആ ഒരു ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത്, ആ നന്ദി പ്രകടനം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആര് ഓർപ്പിച്ചാലും ഓർപ്പിച്ചില്ലെങ്കിലും, എനിക്ക് വേണ്ടി ജീവൻ നൽകിയ എൻ്റെ പ്രാണപ്രിയനെ, അവൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും കർത്താവേ നിനക്ക് സ്തോത്രമെന്ന് ഞാൻ അറിയാതെ പറയുന്നതാണ് ഈ ദൈവസ്നേഹത്തോടുള്ള എൻ്റെ പ്രതികരണം. ഹല്ലേലൂയ. അത് നടന്നില്ലെങ്കിൽ നാം എന്താ ദൈവസ്നേഹത്തെ അറിയുക? നമുക്ക് വേണ്ടി എല്ലാം തന്ന ദൈവസ്നേഹം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 2 Corinthians chapter 5 verse 14, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനാ അത് നിർബന്ധിക്കുന്നേ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. നാം ജീവിച്ചിരിക്കുന്നവര് ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം? നമുക്ക് വേണ്ടി മരിച്ചവനായിട്ട് ജീവിക്കണം. ആ ജീവിതം ഒഴിഞ്ഞു വെച്ചത് കർത്താവിന് വേണ്ടിയിട്ടായിരിക്കണം. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത് ഗലാത്യർ 2:20, ഇനി ജീവിക്കുന്ന ഞാനല്ല, കാരണം ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. I am crucified with Christ. Now I don't live. I don't live, but He lives in me. ക്രിസ്തു എന്നിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാ. ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തിരിക്കുകയാ. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ? ഈ സ്നേഹം നിങ്ങളെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഒരു പ്രേരക ശക്തിയായി അത് മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമുക്കത് പരിശോധിക്കാം. ഹല്ലേലൂയ. രണ്ടാമത് നമ്മളോട് പറയുന്നുണ്ട്, ആ സ്നേഹത്തിൻ്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പോകണം. ആ വാക്യത്തിൻ്റെ തന്നെ കുറച്ച് മുമ്പിലുള്ള വാക്യം, എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14 ഓൺവേർഡ്സ്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. അടുത്ത വാക്യം നോക്കണേ. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാൻ ഇടയാകണം. ഹല്ലേലൂയ. ഈ സ്നേഹം, കർത്താവിനെ സ്നേഹിച്ചു, ആ സ്നേഹം എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ പ്രിയരെ. ഈ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനിടയാകണം. ഹല്ലേലൂയ. കർത്താവ് എന്തിനാ നമ്മെ സ്നേഹിച്ച്?
ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിന് എന്ത് വില നമ്മൾ കൽപ്പിക്കുന്നു, കർത്താവിൻ്റെ സ്നേഹത്തിന് എന്തുമാത്രം തിരികെ കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു. ഒരു സൺഡേയിൽ ആരാധന പോകുന്നതുകൂടി കർത്താവിൻ്റെ സ്നേഹത്തിന് എല്ലാം കൊടുത്തു കഴിയാൻ സാധിക്കുമോ? ഒന്നുറക്കെ കൈയടിച്ചതുകൊണ്ട് അത് തീരുമോ? ഒരു പാട്ട് പാടിയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ടോ അത് തീരുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നാം എന്തെല്ലാം കൊടുത്താലും കടം വീട്ടി തീർക്കാൻ കഴിയാത്ത ഒരു വലിയ കടപ്പാട് നമുക്ക് കർത്താവിനോടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് അറിഞ്ഞ് ഗ്രഹിച്ച് നമ്മളോട് പറയുന്നു, ആമേൻ, 19-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണം. ഒന്ന്, അവർ നാം ദൈവത്തിൽ നിറഞ്ഞിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവമായിരിക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങളും ഈ ലോകത്തിലെ വസ്തുവകളോ കുടുംബമോ പശ്ചാത്തലങ്ങളോ ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ നിറച്ചു വച്ചാൽ അതവിടെ നിറഞ്ഞിരിക്കും. ആമേൻ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവ് അവരുടെ ഉള്ളിൽ വസിക്കും. കർത്താവ് പറഞ്ഞല്ലോ 15-ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ സമ്പൂർണ്ണത പ്രാപിപ്പാനിടയായിത്തീരും. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകി ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ കാര്യം പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ദൈവത്തിന് കഴിയും. നമ്മളൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലാണ്? ദൈവസ്നേഹത്തെ അറിയുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും എന്തെന്ന് ഗ്രഹിപ്പാൻ, ആ സ്നേഹത്തിന് പ്രതിക്രിയ ചെയ്ത് ആ സ്നേഹത്തിന് പകരമായി നാം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്നേഹത്തെ ആഴത്തിൽ അറിഞ്ഞ് ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് ദൈവത്തിൻ്റെ നിറവിനോളം നിറഞ്ഞു വന്നിട്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന പക്ഷം കർത്താവ് പറയുന്നു, നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം, നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മിൽ അത് നിവർത്തിപ്പാൻ ദൈവം നമ്മിൽ വ്യാപരിപ്പിക്കുന്ന ആ ശക്തി കൊണ്ട് സാധ്യമാക്കി തരും. ഹല്ലേലൂയ. ആമേൻ. എത്ര ഉന്നതമായ ഒരു അനുഭവമാണല്ലേ. നമ്മുടെ ഉള്ളിൽ ഒരാൾ വസിച്ചിരിപ്പുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകും. നാം എന്ന് രക്ഷിക്കപ്പെട്ടോ ആ രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ, ആ ക്ഷണം തന്നെ തൃത്വത്തിൽ മൂന്നാമനായ ആളത്വമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുവാനായിട്ട് വിട്ടുതന്നു. ആമേൻ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം 17 തൊട്ട് ഞാൻ വായിക്കാം. എഫീഷ്യൻസ് 1:17 ഓൺവേർഡ്സ്. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പല ആളുകളിലും ഇന്നൊരു സൈലന്റ് സ്പെക്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ ഗ്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ഗ്രസിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയത്തില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് അകത്തിരുന്നു കൊണ്ട് നമ്മുടെ ആത്മാവിനോട് എപ്പോഴും സംവാദിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മെ ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സകല സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാ ചെയ്യാൻ, പക്ഷെ നമ്മൾ വിട്ടുകൊടുത്താൽ മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ മഹത്വമുള്ള പിതാവായവൻ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയാ. എഫെസോസിലെ വിശ്വാസികൾ ഇതെല്ലാം അറിയണം. പക്ഷെ നമ്മള് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സഭ എഫെസോസിലെ സഭയാ. ഫസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് എഫെസോസിലെ സഭ, ആദ്യ നൂറ്റാണ്ടിലെ സഭ. ആ സഭയിലുണ്ടായ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കർത്താവിനോടുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു, തമ്മിലുള്ള സ്നേഹവും നഷ്ടപ്പെട്ടു. ഈ സ്നേഹത്തിന് ഒരു ദിശ മാത്രം എപ്പോഴും നിൽക്കാൻ പറ്റത്തില്ല. അതറിയാമോ നിങ്ങൾക്ക്? നാം കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ നാം തമ്മിലും സ്നേഹിക്കുന്നവരായിരിക്കും. കർത്താവിനെ സ്നേഹിക്കാത്തവർക്ക് തമ്മിൽ സ്നേഹിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സഹോദര സ്നേഹത്തിലും നമ്മൾ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സഭയോട് ദൂത് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, നീ അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം. അവരോട് പറയുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. വിട്ടുകളഞ്ഞതാ, നഷ്ടപ്പെട്ടു പോയതല്ല. ഇത് മനഃപൂർവ്വമായിട്ട് വിട്ടുകളഞ്ഞതാ. വലിയ 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 ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, വലിയ പ്രാധാന്യം കൊടുത്തില്ല. ജീവിതത്തിൽ മറ്റു പലതും കടന്നു വന്നപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോയി. ഇതിനെ അങ്ങ് താത്തുവെച്ച് ഇതങ്ങ് പുറകോട്ട് തള്ളിവിട്ട് കളഞ്ഞു, ബാക്കിലോട്ട് തള്ളിവിട്ടു. ഹല്ലേലൂയ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്തു മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്കിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഈ സഭ ലോക ചരിത്രത്തിൽ സഭാ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഇന്നവിടെ ഇല്ല. ആമേൻ. കർത്താവ് നിലവിളക്ക് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്താ അത് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, പ്രാർത്ഥിക്കുക, ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണം. എന്തിനാ അവൻ നമ്മെ എന്തിനാ വിളിച്ചത്? വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. 2, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചുള്ള മഹിമാധനത്തിന്റെ അവകാശം ഇന്നതെന്ന് തിരിച്ചറിയണം. 3, നമ്മിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി എത്രമാത്രം വലിയ ശക്തിയാണെന്നും അതുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ തിരിച്ചറിയണം. എന്തിനാ എന്നെ വിളിച്ചതെന്ന് പോലും അറിയാത്ത പലരും ഉണ്ട്. എനിക്ക് വേണ്ടി എന്താ കർത്താവ് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? പത്രോസ് പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടമെന്നേ ഇല്ലാത്തവ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ വ്യാപരിക്കുന്ന ശക്തി. എന്നിട്ട് 20-ാം വാക്യത്തിൽ വായിക്കുന്നു, എഫെസ്യർ 1:20, അങ്ങനെ അവൻ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമേത ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചവന്റെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആരാ പ്രിയപ്പെട്ടവരെ? നമ്മൾ കർത്താവിന്റെ ശരീരമായ സഭയാ. ഈ സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ജീവൻ കൊടുക്കുന്നത്. ഈ സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഈ കഷ്ടപ്പാടും പങ്കപ്പാടും എല്ലാം അനുഭവിച്ചത്. ഈ സഭ പൂർണ്ണതയിലെത്തണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ 11 വായിക്കുമ്പോൾ ഈ സഭയെ പൂർണ്ണതയിലേക്ക് വരുത്തുവാൻ, ഈ സഭയെ മെച്ചൂറിലേക്ക് കൊണ്ടുപോകുവാൻ, ആ 11-ാം വാക്യം, അവൻ ചില അപ്പോസ്തലന്മാരായും ചില പ്രവാചകന്മാരായും ചില സുവിശേഷകന്മാരായും ചില ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ
പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. മുമ്പേ നമ്മൾ വായിച്ചത് എന്താ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരണം. ഇവിടെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണം, ദൈവപുത്രനേക്കുള്ള പരിജ്ഞാനത്തിൽ തികവ് പ്രാപിക്കണം, ഐക്യത പ്രാപിക്കണം, തികഞ്ഞ പുരുഷത്വമുണ്ടാകണം. ആമേൻ. 15-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയായിത്തീരും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെക്കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ ആ നിലവാരത്തിൽ എത്തുന്നത് വരെ നമ്മുടെ ജീവിതം പൂർണ്ണതയുള്ളതാകത്തില്ല. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ ദത്തെടുത്തു എന്ന് വായിക്കുന്നു. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഹല്ലേലൂയ. ഈ കർത്താവ് പൂർണ്ണതയുള്ളവനാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, അദർശനാ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം, യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ട് സകലം സൃഷ്ടിക്കപ്പെട്ടു. അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയാണ്. ആമേൻ. യോഹന്നാൻ്റെ ലേഖനത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആമേൻ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്താൽ നിറയപ്പെടണം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസ് കൊണ്ട് നാം നിറയപ്പെടണം. ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? കർത്താവിൻ്റെ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നാ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങളുടെ മനസ്സിനെ ഒരു ബുദ്ധിക്ക് രൂപാന്തരപ്പെടുത്തണം. നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ആത്മാവ് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഈ ആത്മാവ് പരിശുദ്ധാത്മാവ് ബന്ധത്തിലായിരിക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങൾക്ക് നന്നായിട്ട് കുറച്ചെങ്കിലും പോകുന്നത്. എന്നാൽ ഈ മനസ്സിനെ പിടികൂടാൻ വലിയ പാടാണ്. ശരീരം ഒട്ടും വഴങ്ങുന്നതല്ല. അതുകൊണ്ടത് ഇവിടെ ഇട്ടിട്ട് പോകുന്ന നമ്മൾ ഈ ശരീരം മേലോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല നമുക്ക്. ഇത് അഴുക്ക ശരീരമാണ്. ഇത് മണ്ണിലേക്ക് തിരിച്ചുവിടും. പക്ഷെ ഈ ശരീരവും മനസ്സും, ശരീരവും ആത്മാവും ഒരുമിച്ചുള്ളത് കൊണ്ടാണ് ഈ പ്രാണൻ അവിടെ ഇരിക്കുന്നത്. ആത്മാവ് വേർവിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രാണനങ്ങ് രക്ഷപ്പെട്ടു പോകും. ശരീരം വെറും നിർജീവമായി പോകും. ഈ ലോകത്ത് അത് പിന്നെ കുഴിച്ചിടുകയല്ലാതെ നിവർത്തിയില്ല. അതുകൊണ്ട് ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം, ഈ ശരീരവും മനസ്സും ആത്മാവും ഒരുമിച്ച് ആയിരിക്കുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി ജീവിക്കാം, കർത്താവിന് വേണ്ടി അധ്വാനിക്കാം, ദൈവസ്നേഹത്താൽ നിറയപ്പെടാം. ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒക്കെ ഗ്രഹിപ്പാനിടയാകട്ടെ. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. നോക്കണമേ, ജീവന് വേണ്ടിയതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ തന്നെ അടുത്ത മറ്റേ സൈഡ്, ഭക്തിക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ജീവസന്ധാരണത്തിന് വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. വീടായി, കാറായി, മക്കളായി, കുടുംബമായി, ജോലിയായി, കാശായി, ഉത്തരവാദിത്തങ്ങളായി എല്ലാം ഉണ്ട്. ഇവിടെ ബന്ധങ്ങളുണ്ട്.
പക്ഷേ അപ്പുറത്ത് ഭക്തിക്ക് വേണ്ടതും ദൈവം തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടുപോകണം. ഭക്തിയെ അങ്ങ് തഴഞ്ഞു കളഞ്ഞിട്ട് ജീവന് വേണ്ടി ഓടിയാൽ അവസാനം കയ്യിലുള്ളതും കാണത്തില്ല, ഒറ്റാലെ കിടന്നതുമില്ല, മേളിൽ നിന്ന് വന്നതുമില്ല എന്ന് ഗതിയായിപ്പോവും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് ജീവിക്കേണ്ടത് ആവശ്യം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിയുള്ളവരാകുവീൻ, ജ്ഞാനത്തോട് പെരുമാറുവീൻ, സമയത്തെ തക്കത്തിൽ ഉപയോഗിപ്പീൻ, ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവീൻ, ഉറങ്ങുന്നവരെ നിങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുക, ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും, സമയത്തെ നന്നായിട്ട് ഉപയോഗിച്ച് മുമ്പോട്ട് പോകുക. ദൈവനാമ മഹത്വത്തിനായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരുപക്ഷെ അടുത്ത നിമിഷം ഈ രാത്രി കഴിച്ചു കൂട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ നാളെ നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ ആരെങ്കിലും ഒരുപക്ഷെ മാറ്റപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അതിനു മുമ്പായി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ആ ദൈവസ്നേഹത്തോട് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിപ്പാൻ നമുക്കിടയാകട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മളെ രക്ഷിച്ചു. കർത്താവ് നമുക്ക് ഏറ്റവും വിലപ്പെട്ട അവിടുത്തെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ കരങ്ങളിൽ തന്നു. ഈ വചനം വായിക്കാൻ ബലപ്പെടാം, ഈ വചനം പഠിക്കാം. കർത്താവിൻ്റെ ആളത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ ഉള്ളിൽ തന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുന്ന, സകല സത്യത്തിലേക്ക് വഴി നടത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, പ്രാർത്ഥിപ്പാൻ കഴിയാതിരിക്കുന്ന നമ്മെ പ്രാർത്ഥിപ്പാൻ സഹായിക്കുന്ന, നമ്മെ കർത്താവിനോട് അടുപ്പിക്കുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാനുള്ള വലിയ വരം നമുക്ക് തന്നു. ഏത് സമയത്തും എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ കൃപാസനത്തോട് അടുക്കുവാൻ, സഹായത്തിന് കൃപ ലഭിക്കേണ്ടതിന്, കരുണയ്ക്കായിട്ട് ധൈര്യത്തോട് കൃപാസനത്തോട് അടുക്കുവാൻ ഒരു കൃപാസനം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഏത് സമയത്തും പ്രാർത്ഥിപ്പാനുള്ള അവകാശം, പദവിയും തന്നു. ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിച്ച് നല്ല അനുഭവത്തിൽ ജീവിപ്പാനുള്ള എല്ലാ സാഹചര്യങ്ങളും, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് മുഴുവനും നമുക്ക് ദാനം തന്നിരിക്കുന്നു. ഒന്നും നമുക്ക് തരാൻ ഇനി ബാക്കിയില്ല. അതുകൊണ്ട് കിട്ടിയതിനെ ഓർത്ത് നന്ദിയോടെ, ചാരിതാർത്ഥ്യത്തോടെ, സംതൃപ്തിയോടെ ദൈവം ബാകെ സമർപ്പിച്ചു കൊടുക്കാൻ ഈ രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ശുശ്രൂഷകരാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, കുടുംബജീവൻ നയിക്കുന്നവരാകട്ടെ, പഠിക്കുന്നവരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എവരി വൺ ഹാസ് റെസ്പോൺസിബിലിറ്റി. ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. വി ഓൾ ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അവിടെ നമുക്ക് സഹായത്തിന് ആരും വരത്തില്ല. ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുന്ന കർത്താവ്, ഇന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് യാചിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ്, ഇന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ പിതാവിനോട് മധ്യസ്ഥ അടയ്ക്കുന്ന കർത്താവ് ആ ദിവസം എവിടെയായിരിക്കുന്നതെന്ന് അറിയാമോ? ന്യായാസനത്തിൽ ജഡ്ജിയായിട്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെല്ലാം നമ്മളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ദൈവപ്രസാദമുള്ള ജീവിതം നയിപ്പാനിടയാകട്ടെ. ദൈവനാട് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കാം. പരിശുദ്ധാത്മാവിനോട് പറയാം, കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും വളരെയധികം ഉപയോഗപ്പെടുത്തി ദൈവനാമഹത്വത്തിനായി നിൽക്കുവാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും ഈ രാത്രി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.